ഹായ് ഹലോ. അപ്പോൾ ഇന്നതാ കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു ദിവസത്തെ എൻ്റെ ഒരു മിനി ഡേ വ്ലോഗാണ് കേട്ടോ. വേണേലിതാ ഒരു വാട്ട് ഈറ്റുണ്ടെന്നും പറയാം. അപ്പോൾ രാവിലെ ഇതാ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഇന്നാണെങ്കിൽ ഇതാ നമുക്ക് ഓട്ടട അതുപോലെ ചെറുപയർ കറിയായിരുന്നു. അങ്ങനെ അതാ ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നേരം കേട്ടോ മിനി വ്ലോഗിൻ്റെ കാര്യം ഓർത്തത്. അതുകൊണ്ടാണ് ഈ ഒരു മിനി വ്ലോഗിനോട് കൂടിയിട്ട് ഇതാ ഒരു വാട്ട് ഈറ്റിൻ്റെ എന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മളെ ഫുഡ് വന്നിട്ട് ബിരിയാണി ആയിരുന്നു, എഗ് വിത്ത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സോയാബീനും പൊട്ടാറ്റോ അങ്ങനെ കുറച്ച് ഐറ്റംസാണൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ ജോയിന് ഞാൻ ഓർക്കുന്നതാണ്. പിന്നെ ഇതൊരു ഷോർട്സ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതാ ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, എന്നൊരു കുഞ്ഞ് മിനി ബ്ലോഗ് ആക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ജോയ് ഇതാ നല്ല ഉറക്കിലായി. പിന്നെ ഇപ്പുറത്തെ ഇവർ നാലാളും കൂടി ഇരുന്നിട്ട് മൂവീസ് കാണുന്നതാണ്. ഏതോ ഒരു ഹൊറർ മൂവി കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലടിച്ചിട്ട് കാണുന്നതാണ് കേട്ടോ. കർട്ടനൊക്കെ നീക്കി മൊത്തത്തിലൊരു ഹൊറർ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡാർക്കായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ആ ഒരു ത്രില്ലടിച്ചിട്ട് കിടക്കുന്നതാണ് എല്ലാവരും കൂടി. അങ്ങനെ മൂവീസൊക്കെ കണ്ടത് കുട്ടികളൊക്കെ ഒന്ന് കുറച്ച് നേരം കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ ഇതാ നമ്മളിവിടെ കൂടി ഈ വണ്ടിക്കാർ പോകുമല്ലോ, അപ്പോൾ ഫ്രൂട്ട്സും ഇതൊക്കെ കൊണ്ടെടുക്കുന്ന അവരെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഞാവൽപ്പഴം കണ്ടപ്പോൾ അത് വാങ്ങിച്ചിരുന്ന വല്യപ്പ. ഞാവൽപ്പഴം അതുപോലെ ഇതാ പ്ലംസും പിന്നെ ഡേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നും നല്ല ടേസ്റ്റാണല്ലോ, പ്രത്യേകിച്ച് ഞാവൽപ്പഴത്തിന് കേട്ടോ. അങ്ങനെ ഞാവൽപ്പഴം ഇതൊക്കെ കരിന്ന് കഴിച്ചു. പിന്നെ നമ്മളൊന്ന് ഇതാ നെക്സ്റ്റ് വരെ പോയിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ കുണ്ടൂർക്കൊക്കെ പോകാനായി. അപ്പോൾ സോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉമ്മാൻ്റെ കൂടെ പോയതായിരുന്നു. ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇതൊക്കെ കൂടെ പോയിരുന്നു. എനിക്കും ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റോയിൽ പോയിട്ട് ഇതൊക്കെ കുറച്ചായിട്ടോ. അങ്ങനെ ഫസ്റ്റിൽ ഞാൻ പോയിട്ടുള്ള ഏരിയ നമ്മൾ ബേബീസിന് ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഏരിയ കൂടിയാണല്ലോ ഡയപ്പറിൻ്റെ സെക്ഷന്. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ടെഡിൻ്റെ ഡയപ്പറാണ് ഞാൻ ഇപ്പോൾ സോയ്ക്ക് യൂസ് ആക്കലുള്ളത്. അത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. ഈ ഒരു ഡയപ്പർ ബാഗിന് ഡയപ്പർ വന്നാൽ ഇവിടെ നല്ല ഓഫർ ഉണ്ടാവലുണ്ട്. നമുക്കാണെങ്കിൽ ഇത് എത്ര വാങ്ങിയാലും തികയില്ല കേട്ടോ ഈ ഒരു ഡയപ്പറാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ കുറച്ചിതാ നമ്മൾ മുകളിലൊക്കെ ഒന്ന് കയറി ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ പോയിട്ട് വെറുതെ പോയതായിരുന്നു. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇന്ന് വന്നപ്പോൾ. കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും അതുപോലെ നമ്മളെ ഡ്രസ്സാണെങ്കിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ വല്ലാതെ വെസ്റ്റേൺ വെയർ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. അതിനിപ്പോൾ ഏതായാലും കല്യാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പാർട്ടി വെയറിനാണ് ഇനിയിപ്പോൾ ആവശ്യമുള്ളത്. പിന്നെ അവിടേക്ക് വല്ലാതെ നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ എന്നാലും കണ്ടപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഷോർട്സ് അതുപോലെ ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടോ മൂന്നാക്കും. അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി ഉമ്മാൻ്റെതും കഴിഞ്ഞിങ്ങനെ. അങ്ങനെ നമ്മളെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ.